എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെയും അതുപോലെ തന്നെ ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ L2 എമ്പുരാൻ എന്ന സിനിമയുടെയും ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാറിനെ നായകനാക്കി ഇടിനോടനെ സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10 വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഗെയിം ത്രില്ലർ എക്സ്പെരിമെന്റൽ ജോണർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക്ക. ആദ്യ ദിവസം മുതലേ മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ ബസൂക്ക എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10,47,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 1,24,00,000 രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11,71,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 71 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് ചിത്രത്തിന് ഏറ്റവും കളക്ഷൻ കുറവ് ഇന്നലെ തന്നെയായിരുന്നു. ഇതോടെ ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 11,10,00,000 എത്തപ്പെടുന്നതാണ്. അതേസമയം ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ബസൂക്ക എന്ന സിനിമ 20,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1,50,00,000 ചിത്രത്തിന്റെ ഗ്രോസ് വന്നിരിക്കുന്നത്. അങ്ങനെ ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 22 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ നസ്രിൻ നായകനെത്തി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന. ഇതോടെ നിലവിൽ വിഷു വിന്നറായി മാറിയ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15,26,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ 5 ദിവസം കൊണ്ട് 2,82,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 5 ദിവസം കൊണ്ട് 18,08,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അങ്ങനെ ചിത്രം ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 18,30,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 30 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 4 കോടിക്ക് അടുത്ത് രൂപയാണ്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 34 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ബേസിൽ ജോസഫ് നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വിഷു പ്രമാണിച്ച് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസ്. നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മരണമാസ് എന്ന സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,56,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 80 ലക്ഷം രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,71,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസത്തെ മരണമാസം സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 7 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 10 കോടിയും കടക്കുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തലജിത്ത് നായകനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. അദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ തലജിത്തിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 6ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 6 ദിവസം കൊണ്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 6ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്നിരിക്കുകയാണ്. ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 170 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 6ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 15 കോടിക്കടുത്താണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ കളക്ഷനോടെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം 155 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ചിത്രം 7ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ 8ാം ദിവസമായി നാളത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിയും കടക്കുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈദ് പ്രമാണിച്ച് മാർച്ച് മാസം 27 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. ഇതിനോടകം തന്നെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എമ്പുരാൻ എന്ന സിനിമയുടെ 20ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആദ്യ 20 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 85,60,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ 20 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്
കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 262 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ തന്നെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ ഇപ്പോഴും മികച്ച ഹോൾഡോടെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇത്തരം വിഷു സിനിമകളോടൊപ്പം ക്ലാഷ് റിലീസായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.